+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കെ.എസ്.യു. കോഴിക്കോട് ഡി ഓഫീസിന് മുന്നിലെ ഏകദിന ഉപവാസം കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എം.പി. അനിൽകുമാർ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, +1 സീറ്റ് പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. കെ.എസ്.യുവിന്റെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മലബാറിലെ ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെയും +1 സീറ്റ് പ്രതിസന്ധി നേരത്തെ തന്നെ നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. ഒരുപാട് വിദ്യാർത്ഥികളെ, ഏകദേശം 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതിൽ നേരത്തെ തന്നെ MSF, മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളും ഈ ന്യൂനപക്ഷ സാമുദായിക സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ അതിന് കൂടുതൽ ഗൗരവമാർന്നൊരു സ്വഭാവം കൈവന്നിരിക്കുകയാണ്. KSU അത് പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നെങ്കിൽ കൂടിയും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് KSU എത്തുന്നു. അതിൻ്റെ ആദ്യ പടിയായാണ് ഇന്ന് കോഴിക്കോട് DDO ഓഫീസിന് മുൻപിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസം. അത് കഴിഞ്ഞ് 18 മുതൽ 20 വരെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് സംഘടിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നു. എന്തായാലും അതേക്കുറിച്ച് വിശദീകരിക്കാൻ ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ തന്നെയുണ്ട്. പ്രധാനമായും ഏത് രീതിയിലുള്ള ഒരു സമരമാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ +1 സീറ്റ് വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ വർഷാരംഭത്തിലും ഈ +1 സീറ്റിൻ്റെ വിഷയം വളരെ ഗൗരവകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ കടുത്ത അവഗണനയായിട്ട് KSU നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രദേശത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയുടെ വിഷയമായിട്ട് നോക്കിക്കാണാൻ KSU ആഗ്രഹിക്കുന്നില്ല. ഇത് വിദ്യാർത്ഥികളുടെ വിഷയമാണ്, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ വലിയ സമരങ്ങളുമായിട്ട് KSU മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ സമര പ്രഖ്യാപനവുമായിട്ടാണ് ഇന്ന് ഏകദിന ഉപവാസം ഇന്ന് തിരുവനന്തപുരം DDO ഓഫീസിൻ്റെ മുൻപിൽ സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വരുന്ന ചൊവ്വാഴ്ച മുതൽ ജില്ലാ KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും വലിയ മാർച്ചുകൾ, ഈ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭമായിട്ട് അത് രൂപപ്പെടും. അതിനുശേഷം തുടർന്ന് സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വലിയ നിയമസഭാ മാർച്ച് ഉൾപ്പെടെ നടത്തി ഈ വിഷയത്തിൻ്റെ ഗൗരവം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യമായിട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഇതിലിപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് മാർജിനൽ സീറ്റുകളുടെ വർധന അതെല്ലാ വർഷവും നടക്കുന്നു. അതിനു പുറമെ തന്നെ ഈ ബാച്ച് ഷിഫ്റ്റിംഗ് സമ്പ്രദായം എന്ന രീതിയിലേക്ക് കാർത്തികേയൻ കമ്മീഷൻ്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടിൽ അത്തരം പരാമർശങ്ങളുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും അത്തരമൊരു രീതിയിലേക്ക് നീങ്ങുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലെ മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. കാരണം നമുക്കൊരു ക്ലാസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വിദ്യാർത്ഥികളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 50 എന്നായിരിക്കെ ഇപ്പം 30% വർദ്ധിക്കുമ്പോൾ അത് 65ലേക്ക് എത്തുന്നു. കഴിഞ്ഞ വർഷം തന്നെ 60ഉം 62 സീറ്റുകളും ഉണ്ടായിരുന്ന ക്ലാസ്സുകളുണ്ട്. അത് 70ഉം 75ലേക്ക് മാറുമ്പോൾ ഒരു ക്ലാസ്സിന് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ക്രൗഡ് സ്പേസിംഗ് ഉണ്ട്. അതും കടന്നു പോകുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ തന്നെ അത് വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ ഗൗരവകരമായിട്ടുള്ള ഒരു പഠനം നടത്തിയെന്ന് പറയുന്നു. അവർ കമ്മിറ്റിയെ നിയോഗിച്ചെന്ന് പറയുന്നു. കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് അവരിപ്പോഴും ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതിൽ നിന്ന് എടുക്കാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്തുന്ന തരത്തിൽ ആ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വിട്ടുകൊണ്ട് എങ്ങനെ ഈ വിഷയത്തിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താം. താൽക്കാലികമായിട്ടുള്ള ബാച്ച് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന അത് സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് ഇപ്പം തെക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾ കുറവായതുകൊണ്ട് ആ ബാച്ചുകളെല്ലാം ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാർ പറഞ്ഞു എന്ന് ഔദ്യോഗികമായി പറഞ്ഞായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ പെർമനൻ്റ് ആയിട്ട് ആ ബാച്ച് ഇല്ലായ്മ ചെയ്തു പോവുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതായി പോവുകയാണ്. ആ ഒരു അഭിപ്രായം KSUവിന് നിലവിലില്ല. മറിച്ച് അഡീഷണൽ ബാച്ചുകൾ സർക്കാരിന് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ ആവശ്യകത അനുസരിച്ച് മലബാർ മേഖലയിലോ മറ്റ് ജില്ലകളിലെ ആവശ്യകത അനുസരിച്ച് സ്വാഭാവികമായിട്ടും അവർക്ക് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് ഒരിക്കലും ഒരു ബാച്ച് ഷിഫ്റ്റിംഗ് അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് KSUവിനെ നോക്കിക്കാണുന്നില്ല.
ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇന്നലെ താങ്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് ഉപവാസമായിരിക്കും സംഘടന. ഇപ്പോൾ പറഞ്ഞു നിയമസഭാ മാർച്ച് എന്നുള്ളത്. നിയമസഭാ മാർച്ച് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടെ DDO ഓഫീസിന് മുൻപിൽ നടക്കുന്ന ഏകദിന ഉപവാസമാണ്. അതിനുശേഷം ജില്ലാ KSU കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ചുണ്ട്. സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് ഏകദിന ഉപവാസം തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നിയമസഭാ മാർച്ചുമായിട്ട് നമ്മൾ കടന്നു വരുന്നത്. എന്തായാലും നമുക്കത് ബ്രേക്ക് ചെയ്യാവുന്നതാണ്. KSU ഈ ഒരു വിഷയത്തിൽ നിയമസഭാ മാർച്ച് നടത്തുമെന്നൊരു പുതിയ പ്രഖ്യാപനം കൂടി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് KSU അതിൻ്റെ സമരം വളരെ കടുപ്പിക്കുകയാണ്. സർക്കാരിനെതിരായ ഒരു ശക്തമായ ഒരു പ്രതിഷേധവുമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശം. +1 സീറ്റ് പ്രതിസന്ധിയിൽ താൽക്കാലിക പരിഹാരങ്ങളല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരം തന്നെയാണ്. അതിന് അധിക ബാച്ച് അനുവദിക്കുന്നതിലൂടെ മാത്രമേ പരിഹാരമുണ്ടാകൂ. അല്ലാതെ ബാച്ച് ഷിഫ്റ്റിംഗ് സമ്പ്രദായം വരുമ്പോൾ അത് തെക്കൻ ജില്ലകൾക്ക് നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കും. അതല്ല വേണ്ടത്, മറിച്ച് കൃത്യമായ രീതിയിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുകയാണ് വേണ്ടതെന്നാണ് KSU അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ ശക്തമായൊരു പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KSUവിൻ്റെ തീരുമാനം. അതിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ കോഴിക്കോട് DDO ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ ഏകദിന ഉപവാസം. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഈ ഉപവാസ സമരം അവസാനിപ്പിക്കുക. NSUവിൻ്റെ ജനറൽ സെക്രട്ടറി, NSU ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്താണ് സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുക.